ഏലപ്പുള്ളി ബ്രൂവർക്കെതിരെ കേരള പ്രദേശ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 100 മണിക്കൂർ ഉപവാസം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് മജൂഷ് മാത്യൂസ് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബ്രൂവറി തുടങ്ങാനുള്ള വിവാദ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ നേർക്കാഴ്ചയാണെന്നും ഇരുവരും ആരോപിച്ചു. ജനങ്ങളെയോ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയോ ഒട്ടും തന്നെ പരിഗണിക്കാതെയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കണക്കിലെടുക്കാതെയും സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണെന്ന് ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു കർഷകൻ 5 സെന്റ് ഭൂമിയെങ്കിലും തരം മാറ്റിയെടുക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അങ്ങനെയിരിക്കെ 24 ഏക്കർ ഭൂമി ഫാക്ടറി നിർമ്മിക്കുവാൻ ഒരു കമ്പനി വിലയ്ക്ക് വാങ്ങുകയും അതിൽ 4 ഏക്കർ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ സ്ഥലത്ത് വ്യവസായം ആരംഭിക്കുവാൻ അനുവാദം നൽകിയത് സർക്കാരിന് കർഷകരോടുള്ള ജനവിരുദ്ധ നയത്തിന്റെ ഉദാഹരണമാണ്. നിയമത്തെ മറികടന്നുകൊണ്ട് കൃഷിവകുപ്പും റവന്യൂ വകുപ്പും ഉൾപ്പെടെ ബ്രൂവറി വരുന്നതിനെതിരെ റിപ്പോർട്ടുകൾ നൽകിയിട്ടും വ്യവസായ മന്ത്രിയും എക്സൈസ് മന്ത്രിയും തങ്ങളുടെ അധികാര ദുർവിനിയോഗം ചെയ്താണ് ഈ ഡിസ്റ്റിലറിക്ക് അനുവാദം നൽകിയത്. മനുഷ്യത്വരഹിതവും മര്യാദയില്ലാത്തതുമായ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനമെന്നും സമരത്തിന്റെ സൂചനയായി മാർച്ച് 22 മുതൽ 100 മണിക്കൂർ ഉപവാസം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. കേരളത്തിന്റെ ലഹരിക്കെതിരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സമയമാണ് ഗവൺമെന്റ്. ഇതിന്റെ തുടക്കം എന്ന നിലയിൽ ബ്രൂവറി എന്ന് പറയുന്നത് മദ്യനിർമ്മാണശാലയാണ്. ഈ ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരു മദ്യക്കമ്പനിയെ തന്നെ സ്ഥാപിച്ചിട്ടാണ് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഈ സർക്കാർ പറയുന്നത്. ഇതിൽ തുടങ്ങിയ ആൾക്കാരാണ് രാസലഹരിയിലേക്ക് മാറുന്നത്. ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ, സെക്രട്ടറി ജി ശിവരാജൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.